നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. വാളകത്ത് അധ്യാപകനെ ആക്രമിച്ച സംഭവത്തിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. അധ്യാപകന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ സംഭവത്തിന് പിന്നിലെ ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ ഉയരുന്ന ചോദ്യം പക്ഷേ മറ്റൊന്നാണ്. അന്വേഷണം എങ്ങും എത്തുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളികളെ തീരുമാനിച്ച പ്രതിപക്ഷ നിലപാട് ശരിയോ? കൊട്ടാരക്കര MLA ഐഷ പൊറ്റി, കേരള കോൺഗ്രസ് ബി നേതാവ് അഡ്വക്കേറ്റ് സി മനോജ് കുമാർ, മാധ്യമപ്രവർത്തകൻ ജെ അജിത് കുമാർ എന്നിവർ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ടെലിഫോണിലും തത്സമയവുമായി ചേരുന്നു. ആദ്യം ശ്രീമതി ഐഷ പൊറ്റി, ഒരുപക്ഷെ അന്വേഷണം വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇന്ന് അധ്യാപകൻ കൃഷ്ണകുമാറിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അന്വേഷണത്തിലെ വളരെ കൃത്യമായ പുരോഗതിയിൽ വ്യക്തമാകുന്ന ദുരൂഹതകൾ, ഇതൊക്കെ കാണുമ്പോൾ തുടക്കത്തിലെ തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിൻ്റെ മകനും ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നത് ശരിയായിരുന്നു? ഇന്നത്തെ മൊഴി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. എന്താണ് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് കേട്ടില്ല. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ആക്രമിച്ചത് ആരാണ് എന്ന് അറിയില്ല, ഈ സംഭവം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, അന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ്. പക്ഷേ പ്രതിപക്ഷം ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ട് തുടക്കത്തിലെ തന്നെ പ്രതികളെ നിശ്ചയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേരളീയ സമൂഹം കണ്ടത്. ഒരു പ്രശ്നമുള്ള എന്താണെന്നറിയോ, ആരും പ്രതികളെ നിശ്ചയിക്കുക എന്നുള്ളതല്ല. അവിടെ നിന്നും ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും പത്രങ്ങളിൽ കൂടി കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളും ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ വന്ന വാർത്തകളും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആരാണ് ചെയ്തതെങ്കിലും അതിന്റെ പിന്നിൽ വലിയ പിടിയുണ്ടാകാം എന്നുള്ളൊരു സംശയം നാച്ചുറലി ജനങ്ങൾക്ക് തോന്നിപ്പോന്നല്ലേ. അല്ലാതെ ആര് ചെയ്തു എന്ന് പ്രതിപക്ഷത്തിനും കൃത്യമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. ആര് ചെയ്തു എന്നുള്ള പോലീസ് കണ്ടുപിടിക്കേണ്ടതാ. തീർച്ചയായും അവിടെ തന്നെയാണ് ശ്രീമതി ഐഷ പോറ്റി വിഷയം ഉണ്ടാകുന്നത്. പോലീസ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. പക്ഷേ താങ്കൾ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് VS അച്യുതാനന്ദൻ വളരെ കൃത്യമായി തന്നെ പറയുകയാണ്, നിയമസഭ നിങ്ങൾ ഉൾപ്പെടുന്ന അംഗങ്ങൾ സ്തംഭിപ്പിക്കുകയാണ്, ഇത് അന്വേഷണം ശരിയായ രീതിയിലല്ല, അന്വേഷണം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ഘട്ടത്തിൽ, എന്നിട്ട് പ്രസ്താവനകൾ നടത്തുന്നു, അത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ശ്രീ ഗണേഷ് കുമാറിനും അതിനകത്ത് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള അതിഭീകരമായ ക്രൂരമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ആക്രമണമാണ്. ഇതിന്റെ മുറിവുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? പ്രതിപക്ഷം പറയുന്ന കുറ്റാണോ? ഇത്ര ഭീകരമായ ഒരു ആക്രമണം വന്നാൽ ഒരു പുരോഗതി, ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാതെ 2 ദിവസമായിട്ട് അദ്ദേഹം ആശുപത്രി കിടന്നിട്ട് പോലും നീങ്ങാതെ വന്നിട്ടാണല്ലോ ഇന്നലെ അടിയന്തര പ്രമേയം വന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ദുരൂഹത ഇതൊക്കെ കുറച്ചുകൂടി. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീ മനോജ് കുമാർ, ഈ വിഷയത്തിൽ ഈ നിമിഷം വരെയുള്ള അന്വേഷണം, നമുക്ക് ഇന്നത്തെ ഈ നിമിഷം വരെയുള്ള അന്വേഷണം വ്യക്തമാക്കുന്നത് എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഈ സംഭവത്തിൽ ഉണ്ട് എന്ന് തന്നെയല്ലേ? തീർച്ചയായും. ഇത് വളരെ ആദ്യം തന്നെ ഐഷാപ്പറ്റി മാഡവും ഞാനും കൂടെ ആണ് ആദ്യം ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അന്ന് തന്നെ ആ ടീച്ചറുടെ മൊഴി, ആ ടീച്ചറുടെ അടുത്ത് ഏഷ്യാനെറ്റിലെ വിനു ആവുന്ന ചോദിച്ചു, പിന്നെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അല്പം സമയം തരണം എങ്കിലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞത്, വൈകിട്ട് 7 മണിക്ക് വീട്ടിൽ നിന്നും കടക്കിലേക്ക് പോയി, വാളകത്ത് നിന്ന് ചടയമംഗലം വരെയും ചടയമംഗലത്ത് നിന്ന് കടക്കൽ വരെയുമുള്ള ടിക്കറ്റ് എടുത്തതിൻ്റെ ടിക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെ പേഴ്സിലുണ്ട്. നിലമേൽ ജ്യോത്സ്യരുടെ കാറിൽ നിലമേലെത്തിയതായി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. നിലമേൽ നിന്ന് വാളകം വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് അറിയാത്ത കാര്യം എന്നാണ് ആ ടീച്ചർ അന്ന് അറിയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ ജ്യോത്സ്യൻ എന്ന് പറയുന്ന ആളൊന്നും അന്ന് പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ആരാണ് ഈ സുഹൃത്ത്? ഈ സുഹൃത്തിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. നിരന്തരം ഇടവിട്ട ദിവസങ്ങളിൽ പോകാറുണ്ട്, 7 മണിക്ക് പോയി 10 മണിയോടുകൂടി തിരിച്ചു വരാറുണ്ട്. അന്ന് 10 മണിയായിട്ടും കാണാത്തത് കൊണ്ടാണ് ഞാൻ ഫോണിൽ വിളിച്ചതെന്നാണ് ആ സ്ത്രീ വെളിപ്പെടുത്തിയത്. അതിലെന്തോ ഒരു ദുരൂഹത അപ്പം തന്നെ ഉണ്ട്. മെനഞ്ഞാന്ന് കൈരളിയിലെ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു, ജ്യോത്സ്യരെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആക്സിഡൻറ്റ് നടന്ന അന്ന് രാത്രി തൊട്ട് പിറ്റേന്ന് ഓപ്പറേഷൻ നടക്കുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജ്യോത്സ്യരും മക്കളും ഞങ്ങളുമായി സഹകരിച്ചു.
അപ്പോൾ തലേ ദിവസം വൈകിട്ട് ചോദിക്കുമ്പോൾ ഈ സ്ത്രീ തന്നെ പറയുന്നു ഈ സുഹൃത്ത് ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ സ്ത്രീ പോലും എന്തോ ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്നിട്ട് അവർ തന്നെ പറയുന്നു ഒറ്റ ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ആർ ബാലകൃഷ്ണപിള്ളയാണ്. അപ്പോൾ ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ബഹുമാനിയായ MLA അടുത്തെന്ന് പറഞ്ഞു, MLA പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കട്ടെ. MLA വളരെ അന്തസ്സായിട്ടാണെന്ന് പെരുമാറുക. ഞാൻ അതിനകത്ത് ഒരിക്കലും ഒരു MLA എന്നുള്ള ആ വ്യക്തിത്വം അവർ അന്തസ്സായി കാണിച്ചു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ അന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അവർ മൊഴി കൊടുത്തത്. ആ മൊഴിയിൽ നിന്നും വ്യത്യസ്തമായി ജ്യോത്സ്യൻ പറയുന്നു 7:45 എൻ്റെ വീട്ടിലെത്തിയിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 9:45 ആയപ്പോഴാണ് എൻ്റെ ജ്യോത്സ്യം എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് കടക്കിൽ നിന്നും വണ്ടി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഓട്ടോറിക്ഷ വിളിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ മകനെയും മരുമകളെയും കൂട്ടി നിലമേൽ വരെ കൊണ്ടുവിട്ടു എന്ന് ജ്യോത്സ്യൻ പറയുന്നു. എന്നിട്ടും ഈ അധ്യാപകൻ ഇന്ന് മൊഴി കൊടുത്തത് ഞാൻ കടക്കൽ പോയിട്ടില്ല. തീർച്ചയായും അവിടെയാണ് ശ്രീ അജിത് കുമാർ ഒരു മിനിറ്റ് കടക്കൽ പോയിട്ടില്ല, വാളകത്തുനിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് അല്ല ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം അന്വേഷണം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇതിന്റെ വഴികൾ ട്വിസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഈ മുൻവിധി ഉണ്ടായത് ഈ കേരളീയ സമൂഹത്തിന്റെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് ഭൂഷണമായ ഒരു കാര്യമാണോ ശ്രീ അജിത് കുമാർ? തീർച്ചയായിട്ടും ശ്രീ പ്രവീൺ, ഞാൻ പറയാം, ഇപ്പോൾ ഐഷ പോറ്റി മേഡം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ശ്രീ മനോജ് പറഞ്ഞ രണ്ട് പക്ഷത്ത് നിന്ന് പറയുകയാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും പൂർണ്ണമായി യോജിക്കുന്ന ഒരു വിഷയമുണ്ട്. അതുതന്നെയാണ് ആ ചോദ്യത്തിൽ ഇപ്പോൾ ഉത്ഭവിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇത് നമുക്ക് കേട്ടുകേഴ്വില്ലാത്ത രീതിയിലുള്ള ഒരു ഇതിലേക്ക് ഒരുപാട് മാനങ്ങൾ കൈവന്നിരിക്കുന്നു ഈ കേസിന്. MLA കൊട്ടാരക്കര MLA പറഞ്ഞതുപോലെ ഇത് ആ വ്യക്തി ആക്രമിക്കപ്പെട്ട പരിക്കുകളുടെ സ്വഭാവം വെച്ച് മാത്രമല്ല, അത് അങ്ങനെ അപൂർവമായ ചില സംഭവങ്ങൾ നാട്ടിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അത് ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ അത് ഉണ്ടായിട്ട് നമുക്കറിയാം. പക്ഷേ അതിന് ഉപരിയായിട്ട് ഇതിന് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇവിടെ സത്യം എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു. അത് എന്നൊക്കെ പുറത്ത് വരും എന്നുള്ളതിനെക്കുറിച്ച് അതാണല്ലോ നമ്മുടെയൊക്കെ ആകാംക്ഷ. പക്ഷേ ഇത് നമ്മുടെ ജുഡീഷ്യറിയുടെ അതിലേക്ക് പോകുന്നതിനുപരിയായിട്ട് ആ ജുഡീഷ്യറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലും ഈ പറഞ്ഞ പോലെ ഒരു മാധ്യമ വിചാരണ പോലും നടക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു പബ്ലിക്കായിട്ടൊരു വിചാരണ നടക്കുകയാണ്. അതിന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന മാധ്യമങ്ങൾ, നമ്മളൊക്കെ ഉൾപ്പെട്ട മാധ്യമ സമൂഹം തന്നെ ഇത് കയ്യിലെടുത്ത് അങ്ങ് അമ്മാനമാടുന്ന ഈ പല വിഷയങ്ങളിലൊന്നും പോലെ ഈ മാധ്യമങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അതിനെ ഏറ്റുപിടിക്കുന്നു. അതെ, ഏറ്റുപിടിക്കുന്ന എന്താണ് പ്രതിപക്ഷം ഇത് ഏകപക്ഷീയമായിട്ട് ഇത് ഒരു മുൻവിധിയോടെ ഇതിനെ തുടക്കത്തിൽ സമീപിക്കാൻ തുടങ്ങി. ആ പ്രതിപക്ഷത്തിന്റെ പക്ഷം പിടിച്ച് മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഇത് ആകെ മൊത്തം ഇതിന്റെ ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. അവിടെ തന്നെയാണ് ഇതിനകത്ത് വരുന്ന വിഷയം. അന്വേഷണം അതിന് വളരെ കൃത്യമായി തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ അന്വേഷണത്തിന് സംഘത്തെ നിയോഗിച്ചു. ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത് ഉന്നതതല അന്വേഷണ സംഘത്തെ തന്നെ വയ്ക്കുന്നു. ആ അന്വേഷണ സംഘം വളരെ കൃത്യമായി അന്വേഷണത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒരുപക്ഷെ ആ അധ്യാപകന്റെ മൊഴി ഇതിനകത്ത് നിർണായകമായതുകൊണ്ടാണ് ഈ നിമിഷം വരെയും ആ അന്വേഷണത്തിന്റെ വഴിത്തിരിവുകൾ നമ്മൾ പുറത്തറിയാതിരുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ എങ്ങനെ പ്രതിപക്ഷത്തിന് ഈ രാഷ്ട്രീയമായി ഇതിനെ ഒരു ആയുധമാക്കി അന്വേഷണം നടക്കുന്നില്ല? അത് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ ആ ഭാര്യ തന്നെ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ വാസ്തവവിരുദ്ധമായി വരുന്നുണ്ട്. ഇന്ന് ആ അധ്യാപകൻ നൽകിയ മൊഴി കൂടി ചേർത്ത് വായിച്ചാൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്നറിയോ? ഇത്തരത്തിലേക്ക് പ്രശ്നങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കാൻ ഈ ഭരണകൂടത്തിന് കഴിയുമല്ലോ. ഇങ്ങനെ 100 തരം ചർച്ചയ്ക്ക് പോകാതെ ഇപ്പൊ ഈ അധ്യാപകന്റെ മൊഴി ഇങ്ങനെ കൊടുത്തു, ഇത് അതിനെ സംബന്ധിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞു. അതുപോലെ ടീച്ചർ കൊടുത്തിട്ടുള്ള മൊഴി ഞാൻ കുറച്ച് TV-യിലെല്ലാം കേട്ടിരുന്നു. അതുപോലെ എന്നോട് സംസാരിച്ച വിഷയങ്ങളും ഇതുപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം വയ്ക്കുകയും അതിന് മുൻപ് നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുകയും അതുപോലെ തന്നെ ഈ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഉള്ളതും ഇവർക്ക് ടീച്ചർ പോസ്റ്റ് കൊടുക്കാതിരുന്നതും ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കല്ലേ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് സംശയം വന്നു പോകുന്നത്. പൊതുജനങ്ങളായിട്ടുള്ളവർ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയല്ലേ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ സംശയം ദൂരീകരിക്കാൻ ഇന്നത്തെ പോലീസിന് കഴിയില്ലേന്നാണ് എന്റെ ചോദ്യം. അല്ല, പോലീസിന് കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഇതിലെ ഏറ്റവും നിർണായകമായ ഒരു വിഷയം ഇത് ആക്രമണത്തിന് ഇരയായ അധ്യാപകന്റെ മൊഴി അറിയുക എന്നുള്ളതാണ്. പുറത്തു നിന്ന് പലർക്കും പലതും പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്.
നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആലോചിച്ച് ഉന്നയിക്കണം. ഇല്ലെങ്കിൽ അതിനകത്ത് പല വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായി അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ധാർമ്മികത ഈ വിഷയത്തിൽ മറന്നുപോയോ പ്രതിപക്ഷം എന്നുള്ള സംശയം കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾ. ഈ ആരോപണം ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് ടീച്ചറിന്റെ മൊഴി, ഇതിന് മുമ്പ് നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ വന്നിട്ടുള്ള, അതായത് ഇന്ന ആള് ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ ആരും. പക്ഷെ ആകെയുള്ള സാഹചര്യങ്ങൾ മൊത്തം വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിലെ തീർച്ചയായും എല്ലാ വിഷയത്തിലും ജനങ്ങളുടെ മുമ്പിലേക്കാണ് ഈ വിഷയങ്ങൾ എത്തുന്നത്. ശ്രീ മനോജ് കുമാർ, അങ്ങനെ ന്യായമായി ജനങ്ങൾക്ക് സംശയിക്കാൻ ചില കാര്യങ്ങളുണ്ട് എന്നാണ് മാഡം പറഞ്ഞു വയ്ക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ സ്കൂളിലെ ഒരു അധ്യാപകന് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന് സംഭവിച്ചാൽ നമുക്കും ഭയങ്കരമായ ദുഃഖമുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ അത് സംഭവിച്ചത് കൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇത് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തത്. കേരളത്തിൽ ഏതെല്ലാം സ്ഥലത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതിന് ഇത്രയും കോളിളക്കം ഈ അച്യുതാനന്ദൻ ഉണ്ടാക്കാറുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന് എന്താണ്, ബാലകൃഷ്ണപിള്ളയുടെ സ്കൂളിലായതുകൊണ്ട് അയാളെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ മോശമായിട്ടല്ലേ അദ്ദേഹം പ്രതികരിച്ചത്? എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അപ്പോൾ കേസിൻ്റെ അന്വേഷണം പോലും ശരിയായ ദിശയിൽ പോകാതിരിക്കുക എന്നുള്ള ഒരു ഗൂഢമായ ലക്ഷ്യം പ്രതിപക്ഷ നേതാവിനുണ്ട്. അല്ല, ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ മനോജ് കുമാർ, നിങ്ങളുടെ പാർട്ടിയും പാർട്ടിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലിരിക്കുന്ന കെ വി ഗണേഷ് കുമാറും ഒക്കെ ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം സമഗ്രമായി നടക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. തീർച്ചയായും. എന്നിട്ട് പോലും ഇപ്പോഴും ഈ മുറവിളി എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? പറഞ്ഞല്ലോ, ആർ ബാലകൃഷ്ണപിള്ളയെ വേട്ടയാടാനും നശിപ്പിക്കാനും എവിടെ അവസരം കിട്ടുന്നുവോ അതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി അവരെന്തല്ല, ഇന്ന് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനായ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയൻ ഇന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അദ്ദേഹം എന്താ പറഞ്ഞത്? അധ്യാപകൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ബാലകൃഷ്ണപിള്ളയാണ് ചെയ്തതെന്നാണ്. അതിനകത്തൊരു മാന്യതയുണ്ട്. പക്ഷേ എന്താണ് അച്യുതാനന്ദൻ പറഞ്ഞത്? ഇത് ബാലകൃഷ്ണപിള്ള തന്നെ ചെയ്തതാണ്, അയാളുടെ ഗുണ്ടാ സംഘമാണ് ഇത് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാളെ ആക്ഷേപിക്കുന്നു. മറ്റൊന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനായ ബാലകൃഷ്ണപിള്ള സാറ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു, തടവിലാണ്, അദ്ദേഹം ഹോസ്പിറ്റലാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കുകയും അദ്ദേഹത്തെ വളരെ മോശക്കാരനായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഭൂഷണമാണോ? തീർച്ചയായും അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ശ്രീ അജിത് കുമാർ. മനോജ് പറഞ്ഞതിന് അപ്പുറത്തായിട്ട് വേറൊരു ഇതുകൂടുണ്ട്. ഇപ്പോൾ ശ്രീ പിണറായിയുടെ ആ റിയാക്ഷന് ഉപരിയായിട്ട് പ്രതിപക്ഷ നേതാവ് ഏതോ ഒരു മുൻവിധിയോടുകൂടി ഇന്നാരാണ് പ്രതി എന്ന് സ്വയം അദ്ദേഹം തീരുമാനിച്ച് ഇത് പറഞ്ഞതിനെ തുടർന്നാണല്ലോ. അത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞാനും ഉണ്ടായിരുന്നു. ശ്രീമതി ആയിഷ പോറ്റി തന്നെയാണ് ആദ്യത്തെ ദിവസം മാഡത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നാണ് സംഭവമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സഭയിൽ ഉന്നയിക്കും.